മനസ്സിലായി അവന്റെ ചുറ്റിക്കളി. ചേട്ടാ, ഒരാൾ സഞ്ജീവായിട്ട് ഓടി പോകുന്നുണ്ടോ? സഞ്ജീവാണോ? ഇത് അവിടെ ഒന്ന് ഒരു ആട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ താങ്ക് യു ബൈ. എടാ മീറ്ററേ, ഈ മീറ്റർ അടിച്ച് മാറ്റുന്ന പരിപാടി നിർത്താറായല്ലോ. ഇവിടെ മീറ്റർ പോയേ. രാഘവൻ ചേട്ടൻ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണ പണി നിർത്താനേ ഞാൻ ഈ പണി നിർത്താം. എന്തേ എടാ മീറ്ററേ, ഞാൻ ആ പഴയ ഫ്രോഡ് പരിപാടിയൊക്കെ നിർത്തി. നിന്നെ ഞാൻ തപ്പി നടക്കാൻ. നീ അതിന് പറ്റിയ കക്ഷി. നിനക്ക് ഞാനൊരു സ്ഥിര വരുമാന മാർഗം ഉണ്ടാക്കി തരാം. നീ എന്റെ കൂടെ വരൂ. ഞാനും നീയും കൂടി ഒരു ജുവലറിയുടെ അടുത്ത് ഒരു ചായക്കട നടത്തും. നല്ല കച്ചവടമുള്ള സ്ഥലം. ലാഭം 50-50. പക്ഷേ നിന്റെ ഈ അടിച്ചു മാറ്റുന്ന സ്വഭാവം നിർത്തണം, എന്നാലേ ഉള്ളൂ. വരുമാനം കൊണ്ട് അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ലല്ലോ വായി. പിന്നെ ഡെയിലി ഒരു 2 മണിക്കൂർ ടൈം തരണം. അതെന്തിനാ? അല്ല 2 മീറ്ററിന്റെ പണി നടത്താലോ. ഇല്ലില്ല, ഭരതേട്ടന്റെ കടയായിരിക്കും അല്ലേ? അതെ, ഇപ്പൊ പൂട്ടിക്കിടക്കാണല്ലോ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഭരതേട്ടൻ കട ആണുങ്ങൾക്ക് കൊടുക്കൂല, പെണ്ണുങ്ങൾക്കേ കൊടുക്കൂ. തലശ്ശേരിക്കാരൻ അബൂബക്കറിന്റെ ഇത്തായുടെ വരവും കാത്തിരിക്കുകയാണ് ഭരതേട്ടൻ. അതുകൊണ്ട് നമുക്കൊരു കളി കളിക്കണം. എന്ത് കളി? നീ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ആമീന താത്തയാവുന്നു. ഇവിടെ നിർത്ത്, നമുക്ക് ഇവിടെ ചോദിക്കാം. നല്ല മീറ്റർ. എത്രയായി? 10 രൂപ. അൽഹംദുലില്ലാഹ്. അപ്പളേ കിളവി ആരുണ്ട് ഇതിന്റെ കളവി? എന്നാ ശരി കന്യകേ, ഈ ഭരതന്റെ വീട് എവിടെയാ? ചോദിച്ചിട്ട് ഒരു മനുഷ്യനെ അറിയാൻ പാടില്ല. ഭരതൻ എന്ന് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. വിത്തൗട്ട് ഭരതൻ എന്ന് പറയുന്നു. വിത്തൗട്ടാ? എവിടെയാ? ആ കാണുന്ന വീടാ. അതാണ്. അപ്പൊ വലിയ ഉപകാരം മക്കളെ. അയ്യേ, ഈ സാധനത്തിന് എവിടുന്ന് കെട്ടിയെടുത്തതാ? തലശ്ശേരിന്ന്. അപ്പൊ വരട്ടെ കന്യകേ. എന്തായിരിക്കും വിത്തോട്ട് ഭരതന്ന് വിളിക്കണേ? 100 ഇടൂലായിരിക്കും. ഇതാണാ പഠിച്ചോനെ വീട്. തെറ്റാണ്ട് ഇരുന്നാ മതിയായിരുന്നു. അല്ല, ഇവിടെ ഒന്നും ആരും ഇല്ല. ഇതാരായി കിടക്കണത്? ഒറ്റക്കെട്ടില് തവള കുഞ്ഞ് കിടക്കണ പോലെയുണ്ട്. ആരാ? മനസ്സിലായില്ലല്ലോ. നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? നീ എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിയിട്ട് പറയാടാ, നിനക്കെന്നെ മനസ്സിലായില്ലെന്ന്. ഇല്ല, മനസ്സിലായില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ എന്റെ മനസ്സിൽ കിടക്കണ. നിനക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നീ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സ്കൂളാനിവേഴ്സറിക്ക് പാടാൻ ഒരു പാട്ട് പഠിപ്പിച്ചാട്ടേത്താ എന്നും പറഞ്ഞ് നീ ഓടി വന്നപ്പോ ഈ മടിയിലിരുത്തിയ നിനക്ക് ഞാനൊരു പാട്ട് പഠിപ്പിച്ചു തന്നത്. കദളിവായ കയ്യിലിരുന്ന് കർത്തകാക്ക ഇന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ വന്നാട്ട്. എന്നിട്ട് 1ാം സമ്മാനം കിട്ടിയപ്പോ നീ ഓടി വന്നിട്ടാടെ ഈ കവളത്ത് തന്ന ഉമ്മയുടെ ചൂട് ഇപ്പോഴും മറന്നിട്ടില്ല മോനെ. നീ കരയണ്ട. നിന്നെ കരയിപ്പിക്കാനും വിഷമിപ്പിക്കാനും വേണ്ടി പറഞ്ഞല്ല. കറുത്തതൊക്കെ വെളുത്തതൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചളമാക്കരുത് കേട്ടോടാ. നിന്റെ ചേട്ടൻ കരയണ നീ എന്തിനാണ് അങ്ങനെ കരയണ? അവന് കരയാണ്ടിരിക്കാൻ പറ്റുമോ? അവന്റെ ഇല വിരിഞ്ഞു പോയ കൂട്ടുകാരൻ അബൂബക്കറിന്റെ ഏക ഇത്തായില്ലേടാ ഞാൻ. സൂപ്പർ ഉരുപ്പിടിയാണത്. വെറുതെ അല്ല ഇയാളെ കോലം കിട്ടു പോയി. ചേട്ടന്റെ ഭാര്യയാണ്. ഇതാണല്ലേ ഭരതന്റെ 2ാമത്തെ കെട്ടിയോട് രാജമ്മ. രാജമ്മേ ഞാൻ പറയാറില്ലേ നമ്മുടെ മോളെ രാജമ്മ. അല്ലാ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ മുഖം ഒന്ന് കാണാനുള്ള നല്ല രസീവെള്ളമുള്ള ഭരതൻ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല.
നീ നിന്റെ ആദ്യത്തെ കെട്ടിയോളും തമ്മിൽ തല്ലി കൊടുപ്പ പേടിച്ചിട്ട് അവൾ എന്റെ കൂടെ വന്ന് അന്തി ഉറങ്ങണം. ഇവളും അതുപോലെ വഴക്കുണ്ടാക്കാറുണ്ടോ വല്ല? വല്ലപ്പോഴൊക്കെ. ആ അത് മതി. മോളെ ദേ നമ്മുടെ ഇത്ത. അవ్വാ ഇത് ഞമ്മടെ സീതമോളല്ലേ? പടച്ചോനെ പണ്ട് ഞാൻ കാണുമ്പോ ഇത്രയേ ഉള്ളൂ. നീ അങ്ങോട്ട് വളർന്ന് കൊന്നത്തങ്ങോയായി പോയിട്ടൊരു മുത്തേ. ചായ കുടിച്ചിട്ടാവാം. അല്ലെങ്കിൽ ഒരാരെങ്കിലും ഭർത്താനം പറഞ്ഞോണ്ടിട്ട് ഇടയ്ക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കും. പണ്ടുള്ള പരിപാടിയുണ്ട്. അമ്മയില്ലാതെ വളർന്ന കുട്ടിയെ ഇനി മുതൽ ഇതുങ്ങൾ രണ്ടാക്കും ഒരു കുറവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കൂല. ഓണേക്കര ഗ്രാമത്തിലൂടെ പണവുമായി പോണവരെ വർണ്ണം ചേട്ടാ ചായ ഒന്നിനെ 1 രൂപ മാത്രം. ഭക്ഷണപ്രിയരെ കടന്നു വരൂ രുചികരമായ ഭക്ഷണത്തിന്റെ ഹോട്ടൽ രുചികരം. അരിപ്പുട്ടിൽ ഗോതമ്പ് മിക്സ് ചെയ്യുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. മാത്രമല്ല വെള്ളം ചോദിച്ചാൽ ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന കട. അനീതിക്കും അസത്യത്തിനുമെതിരെ ഹോട്ടൽ രുചികരം. അതേടാ. അയ്യോ ചേട്ടാ നരകത്തിലോട്ട് പോവല്ലേ. ചേട്ടൻ രുചികരത്തിലോട്ട് കയറി പോ. സർക്കാർ സാറാമേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊരിയുന്ന വയറിൽ എരിയുന്ന മായം ചേർത്ത വെള്ളം ചോദിച്ചാൽ വെള്ളം ചാരായ എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ചാരായ നിർത്തലാക്കിയില്ല. മറന്നുകൂടാ പോയേ പോത്താ. നമുക്ക് ആ തള്ളയുടെ കട പൂട്ടിക്കണം. അതിനാ സാറാമ്മയ്ക്ക് ഈ ചില പണികൾ കൊടുത്താലേ പറ്റൂ. സാറാമിക്ക് ആരും പണി തരണ്ട. ആവശ്യത്തിൽ കൂടുതൽ പണി സാറാമിക്ക് ഇപ്പൊ തന്നെ കേട്ടാ. ശരിയാ താത്ത. അതെ അതെ. ഈ ചാരായം വാറ്റണം, അത് കുപ്പിയിലാക്കണം, ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കണം, അവരുടെ കണ്ണ് കളയണം, കാശും കളയണം. അങ്ങനെ എന്തൊക്കെ പണികള്. വേണ്ടാതിനും പറഞ്ഞ നാട്ടിന്റെ കണ്ണ് ഞാൻ എന്റെ കണ്ണ് കളതള്ള. കടിപിടി കൂടുന്നത് തെണ്ടിപ്പട്ടികളെ പോലെ. തെണ്ടിപ്പട്ടി നിന്റെ ഈ വെക്കണ കെട്ടിയാടി. രണ്ടുപേരും കൂടെയുള്ള ഇടപാട് എനിക്ക് അറിയില്ല വിചാരിക്കില്ല. പള്ളേലാവുമ്പോഴേ നീ വിവരം അറിഞ്ഞോളടി. ആറുവാണിക്ക് അതുകൊണ്ട് സൂക്ഷിച്ചോ. വേഗം കുളിച്ചിട്ട് വരാൻ ഞാൻ. അവോ വേഗം കുളിക്കണ്ട. നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. നോക്ക്. വടി നോക്കിക്കൊണ്ടിരുന്ന കാണാനുള്ള മുഴുവൻ പിള്ളേര് കണ്ടേച്ചു പോവും. ഞാൻ പിന്നെ നോക്കണം. വാ ഇങ്ങോട്ട്. രമണ്ണ നോക്കിക്കൊണ്ടാ. ഇതേത് കാലത്തെ കാല വലിക്ക് പുറത്തേക്ക് ഇടുവാനാ. താൻ കുടിച്ച കുയിൽ താൻ തന്നെ നെയ്യത്ത് പോലെ വയ്യത്ത്. വരട്ടെ മോനെ. ചന്ദ്ര പത്രത്തെ ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. എഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല
ബെസ്റ്റ്. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലന എണ്ണ തേപ്പിക്കുമ്പം ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഉത്തേജിപ്പിക്കല്ലേ? ഉത്തേജിപ്പിച്ച് ഇയാള് മണ്ണിന്റെ അടി പോണവരുണ്ടാവും. ഈ എണ്ണിട്ട് ഈ തിരുമ്പല്. ഇയാളെന്താ ഒളിമ്പിക്കണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ഒരു ചെറിയ നമ്പർ ഇറക്കാം. ചേച്ചി ചേച്ചിയെ എണ്ണയിപ്പിക്കട്ടാ. തോന്നുന്നു പൊരിച്ചെടുക്കാനാണത്. അല്ലേ ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നത്? കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ആണോ? പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത് ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. കുതിരശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ. അതാ വേണ്ടത്. കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, പരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിൽ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. തെലുങ്ക് ദേശത്ത് ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല. അതാ ഒരു പ്രാവശ്യം തേച്ചാ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ഇതാണ് ഹോട്ടൽ. അത് ഹോട്ടലല്ല, ഹോട്ടലിന്റെ ബോർഡ്. താത്ത പറഞ്ഞു എന്റെ വീട്ടിൽ പോയി. എപ്പോ പോയി? 1 മണിക്കൂറായി. സാറേ, റൂം കാണിച്ചു തരാം, എനിക്ക് വേറെ പണിയുണ്ട്. വന്നട്ടെ, വേഗം വന്നട്ടെ. അമ്മേ, അയ്യോ. ഇതാണ് റൂം അല്ലേ? അല്ല, റൂമിന്റെ പൂട്ട്. പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല, ഫാനില്ല, വെള്ളമില്ല. പിന്നെ എന്നെ പോലെ ഒരു എഞ്ചിനീയർ ഇവിടെ താമസിക്കാന്ന് വെച്ചാല് 4-5 മാസത്തേക്കല്ലേ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്വാൻസ് തരുമല്ലോ. തരണം. 1000 ഉണ്ട്. ഇരിക്കൂ. സോറി, ഇവിടെ ഇരിക്കാനൊന്നുമില്ല. ഞാൻ താത്തയെ വിളിച്ചോണ്ടിരാം. താത്തയുടെ പുറത്താണോ ഇരിക്കുന്നത്? ഒന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. വേഗം വിട്ടേക്കണം, എന്നിട്ട് വേണം ഇവിടെ തടവാൻ. ഇത്ത പോയിട്ട് വേഗം വരാട്ടോ തങ്കക്കുടങ്ങളെ. വേഗം വരാൻ മതി. എന്ത് നല്ല പാട്ടാ. വലിക്കില്ല, ആളുകൾ കാണും. എടാ നാറി, മേലിൽ ആവർത്തിക്കരുത്. മേലാവർത്തിക്കാണ്ട് തലയിലാവർത്തിച്ച് കഴിഞ്ഞാൽ തലക്കല്ലേ സുഖം കിട്ടുള്ളൂ. എടാ പുല്ല, നീ എന്റെ വീട്ടിൽ കയറി മേലിലും തലയ്ക്കൊന്ന് സുഖം ഉണ്ടാക്കാൻ വേണ്ട. ആ, വാടകയ്ക്ക് ആളെ കിട്ടി. അപ്പോ ഞാനും ഒരാളെ തപ്പിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. തപ്പിക്കൊണ്ടുവന്നു? ഞാൻ കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല, ഒരു എഞ്ചിനീയറാ. ഞാനും കൊണ്ടുവന്ന ചില്ലറക്കാരനൊന്നുമല്ല. ഡോക്ടർ 1000 രൂപ അഡ്വാൻസ് മേടിച്ചു. എനിക്കിനി വാക്ക് പറയാനൊന്നും പറ്റില്ല. പിന്നെ എനിക്ക് വാക്ക് പറയാൻ പറ്റുമോ? ഞാനും വാങ്ങി രൂപ 1000 അഡ്വാൻസ്. ആളെ ഇവിടെ മുറിയിൽ ഇരുത്തിരിക്കുക. നീ വാ. ഞാനങ്ങോട്ട് വരില്ല, പുലിയോലാവും. എന്ന് പറഞ്ഞാൽ പറ്റില്ല. നീ വാ. ശരിയാവില്ല. എന്നൊരു കാര്യം ചെയ്യാം, നമ്മൾ രണ്ടുപേരും വാക്ക് മാറണ്ട. രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു മുറി താമസിച്ചോട്ടെ. എന്താ? അതെയോ? എന്നാ പോവാം. സൂര്യ നെല്ലിക്ക. ഇയാള് ഇവിടെ പോയി കിടക്കുന്നത്. ഇങ്ങോട്ട് നീങ്ങിയില്ലേ താത്ത? ഇതാണ് താത്ത. ഭയങ്കര നാണക്കാരിയാ. എവിടെയോ ഞാനിത് വൈഫാ? അതെ, വേറെ ആളുടെ. ഞാനൊരു എഞ്ചിനീയറാ, മാരീഡല്ല, പക്ഷെ വളരെ ഡീസന്റാ. ഞാനിവിടെ താമസിക്കുന്നോണ്ട് വേറെ ശല്യമൊന്നും ഉണ്ടാവില്ല. അതാളെ കണ്ടപ്പോഴേ വെടി കിട്ടി. ശല്യം മാത്രം ഉണ്ടാവൂലെന്ന്. താമസിക്കാൻ നോക്ക്. താമസിക്കണ്ട. താമസിക്കണ്ടേ? അല്ല, സമയം താമസിക്കണ്ട. വെള്ളമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ വെള്ളം ഇവിടെ നിർത്തി. അയ്യോ, അതല്ല, കുളിക്കാൻ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ. പുറത്ത് കിണറുണ്ട്. അപ്പൊ പൈപ്പ് കണക്ഷൻ ഇല്ലേ? അതെ, സൗകര്യങ്ങളൊക്കെ ഇത്തിരി കുറവാ. മോളിൽ തന്നെ കഴിഞ്ഞോളണം. അതെന്ത്? അല്ല, ഇവിടെ ഒരു പുള്ളിയുണ്ട്, അവനോട് പറഞ്ഞാ മതി, പാഴ്സലായിട്ട് മുകളിലോട്ട് അയച്ചുകൊണ്ടേ തരും. വേഗം ചെല്ല്. താമസിക്കാൻ നോക്ക്. അല്ല, താത്തയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല. ഞാനങ്ങനെ വെളിയിലിറങ്ങണ സൈസ് അല്ല. ശരി,
അപ്പോ ഇനിയിപ്പോ ഡോക്ടർ വരുമ്പോ എന്ത് ചെയ്യും? ഏതായാലും നനഞ്ഞില്ലൂടെ കോയ, ഇനി കുളിച്ച് കയറാം. എന്റെ ഈശ്വര, രാഘവൻ പറഞ്ഞത് നേരാ. ഇത് ചാത്തൻ തന്നെയാ. അതെ, ചാത്തനാ. എന്താ എന്ത് പറ്റി? ഞാനേ ഈ പറമ്പിലൊക്കെ ഓടി നടന്ന് എക്സർസൈസ് ചെയ്യായിരുന്നു. നീ വരുന്നുണ്ടാവൂടാ? അപ്പോ ഞാൻ പറഞ്ഞത് അനുസരിച്ച് തുടങ്ങിയല്ലേ? ഇനി പത്രത്തിൽ കാണാറുള്ള ആ ഗുളി കൂടി കഴിച്ചു തുടങ്ങിയാ മതി. അതേത് ഗുളിക അച്ഛാ? ഒരിക്കലും ഒരച്ഛന് മകളോട് പറയാൻ പറ്റാത്ത ഒരു ഗുളിക അമേരിക്കയിലുള്ള തെണ്ടികള് കണ്ടുപിടിച്ചു മോളെ. മാറി നിക്കടി. ഹലോ, ആരും കണ്ടില്ല. തലയ്ക്കുള്ള എക്സർസൈസാ. ആ, എക്സർസൈസ് നല്ലതാ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ? തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രായമായ പെമ്പിളറുടെ വീടാ. കേൾപ്പെടാത്ത അകത്ത് പല്ല് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ. അവിടെ തുപ്പായിരുന്നല്ലോ. തുപ്പാൻ, പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടാ? അല്ല, എന്നെ അത്യാവശ്യമായിട്ട് 5-6 പേര് ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ക്രിക്കറ്റ് പ്ലെയറാ. കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. അയ്യോ, അച്ഛനെ ഏറുകൊണ്ടേ ഏറുകൊണ്ടേ. ചാത്തൻ, ചാത്തൻ, ഇത് ചാത്തൻ തന്നെയാ. എന്താ? എന്ത് പറ്റി? ചാത്തൻ, ചാത്തൻ. ചാത്തനൊന്നും അല്ല. ഈ മനുഷ്യൻ എന്താ കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ. എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. ഓ, ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കണം. ഓക്കെ ഓക്കെ. ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോകോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭുവാ. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ദിവസവും എനിക്ക് ജോലിയുടെ. മനസ്സിലായോ? Fill in the blank, answer the following the question. You go man, please give me 2 packs. 1 കുടിച്ചോ, 2 കുടിക്കാം, 2 കുടിച്ചോ, 3 കുടിക്കാം, 3 കുടിച്ചോ, 4 കുടിക്കാം, 6 കുടിക്കാം, 8 കുടിക്കാം, 7 കുടിക്കാം, അങ്ങനെ വേണമെങ്കിലും കുടിക്കാം. മോളെ പേര് മോളീന്ന്. മോളിയാണ്. കുട്ടികളുടെ പേര് മോളിയാണ്. തല മാറി. എവിടെ നല്ല നല്ല തടി. വെറുതെ കിട്ടാന്ന് വിചാരിച്ചാൽ വയറ് ചേച്ചിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യൻ കുറേശ്ശെ കുടിക്കാവൂ. എന്താ ഇങ്ങനെ? നാളെ വരാം. ഇല്ല 3 പേപ്പർ സൈൻ ചെയ്യാനുണ്ട്. ഇപ്പൊ എന്തിനാ മാത്തിച്ച? നാളെ പോരെ? ഇത് അത് രാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാ. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. ലോകത്തിലൊക്കെ മരുന്ന് വിളിക്കുന്ന മനുഷ്യനാണ് ഞാൻ. കാലിന് ഡീസന്റിന്റെ പരിപാടി വേണ്ട. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്ന് അവന്റെ മനസ്സിലുള്ള പറയട്ടെ. എന്ത് പ്രശ്നമായാലും എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കോളാസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്.
അതല്ലടാ ചോദിച്ചത്. ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൻ നിക്കാളാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ വൺ വേ ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ വഴി ഏതാണെന്നാ ചോദിച്ചത്? വഴി ചോദിച്ചു നിങ്ങളെ വഴി ഏതാക്കരുത്. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൻ നിക്കാളാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. മതിലില്ലടാ. ഇല്ല. തല്ലല്ലേ മോനെ, അവര് പാവത്തുങ്ങളാ മോനെ. അല്ല മോനെ, ഇത്ര മര്യാദയുള്ള ഒരു പിള്ളേരെ ഈ എറണാകുളം പട്ടണത്തിൽ കണ്ടുകൂട്ടാൻ ബുദ്ധിമുട്ടാ. പാവങ്ങളാ, വേറും പാവത്തിങ്ങളാ. ഇതാ മോനെ ജാമ്യോപേക്ഷ. അയ്യശ്വര മോശ, ഉപേക്ഷിക്കല്ലേ. നിങ്ങൾ ഇവരുടെ ആരാ? ഉടമക്കാരത്തി മനസ്സിലായില്ലേ? ഇവര് താമസിക്കുന്ന സ്ഥലത്തിന്റെ ഉടമക്കാരി ഞാനാണ്. ഈ സാറിന്റെ നോട്ടം കണ്ടു കഴിഞ്ഞാ എനിക്ക് വരെ നാണാവും. അപ്പൊ പിന്നെ കൊച്ചു പിള്ളേരാരും പറയാനില്ല. സുരേഷ് ഗോപിനെ പോലെ ഉണ്ട് ഒരു തോക്കിന്റെ കുറവല്ലോ. ഒരങ്ങൻ. ഇവരെ വിടാം, പക്ഷേ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടി വരും. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഞാൻ നിൽക്കണോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്നാലും നിൽക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോ, മേലിലൊന്നും ആവർത്തിക്കരുത്. മനസ്സിലായില്ല? പോയിക്കോളാ ഉള്ള പോകാൻ പറഞ്ഞിട്ട് വേഗം തടി വട്ടാക്കാൻ നോക്കാൻ ചക്കന്മാരെ. കണ്ട പട്ടച്ചാരായോ കടിച്ചും കഴിച്ച് കണ്ണും പീസാക്കിയിട്ട്. നിങ്ങൾ ആരും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ട. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. വളരെ ഉപകാരം സാർ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല സാർ. ഞാൻ പ്രശ്നം അതൊന്നുമല്ല. ഈർക്കിലിൽ തുണി ചുറ്റിയാൽ പുറകേന്ന് മാറാത്ത ആളാ SI കോഴി വാസു. അടിച്ചു വന്ന് കെട്ടിത്തൂക്കിയെന്നും വരും. അങ്ങനെയാണെങ്കിലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഇത്തവണ ഡെഡ് ബോഡി ആകാൻ പോകുന്നത് കോഴി വാസുവാ. ഷുവർ. മനസ്സിലായില്ല? മനസ്സിലായില്ലെങ്കിൽ തിരിച്ച് സ്റ്റേഷനിലോട്ട് ചെല്ലേ, അപ്പൊ മനസ്സിലായിക്കോളൂ. എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങോട്ട് സ്റ്റേഷനിൽ പോണെങ്കിൽ തിരിച്ചടക്കണം. ആ പോലീസുകാർക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവൂ? വേണ്ടായിരുന്നു ഇവളെയൊക്കെ. താത്ത എവിടെ സാർ? എവിടെ? ദാ കിടക്കുന്നു നിന്റെ താത്ത. താത്തക്ക് എന്ത് പറ്റി സാർ? നിന്നൊക്കെ ഞാൻ ഇന്ന് അതെടുത്തറിയല്ലേ നിന്റെ അമ്മ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കും ഞാൻ. ചേട്ടാ, ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം എന്താ സംഭവിച്ചെന്നറിയോ? ആക്ച്വലി അതായത് ഇത് ആൾമാറാട്ടത്തിന്റെ ഒന്നും പറയണ്ട. പട്ടരുടെ കൂടെ 12 കാലം നിന്നിട്ടും കുടുംബം മുന്നിലാണോ പിന്നിലാണോ എന്ന് മനസ്സിലാക്കാത്ത മണ്ടനൊന്നുമല്ല ഞാൻ. അത് ശരിയാ, അത് മനസ്സിലാക്കിയ മണ്ടനാണ് ചേട്ടൻ. മണ്ടൻ ഇനി പറഞ്ഞു ചേട്ടാ, അവന്റെ തന്തയ്ക്ക് പറയരുത്, അവൻ പാവമാ. മിണ്ടിപ്പോവരുത്, ഇറങ്ങടാ പുറത്ത്. ഞാനുമോ ജ്യേഷ്ഠ? അതേടാ നീയാ. ഇനി ഒരു നിമിഷം പോലും ആരും കാണാൻ പാടില്ല. എല്ലാവരും ഇറങ്ങ്. ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേറെ ഇടമില്ല ചേട്ടാ. നിങ്ങളൊക്കെ മണ്ണിന്റെ മക്കളാണെന്നല്ലേ പറഞ്ഞത്? അതെ. എന്നാ എവിടെയെങ്കിലും മണ്ണിൽ പോയി കിടക്കണ പട്ടികളെ. സാധുക്കളല്ലേ ചേട്ടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. കേറി പോടിയാട്ട്. ചേട്ടാ, ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്. പറയൂ ജ്യേഷ്ഠ. ഞാൻ അടി തുടങ്ങി. രക്ഷപ്പെടോ, രക്ഷപ്പെട്ടോ.